ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനു ആയത്താണ് പറഞ്ഞത്. ഫിത്നയുമായി ബന്ധപ്പെട്ട് എല്ലാവരും പരീക്ഷിക്കപ്പെടും, എല്ലാവരും ഫിത്നക്ക് വിധേയമാക്കപ്പെടും എന്നുള്ള വിഷയം പറഞ്ഞു. അതിന് തുടർച്ചയിൽ അല്ലാഹു പറയുന്നത് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. വലഖദ് ഫതന്ന വലഖദ് ഇവിടെ വാവ് ലാമ് ഖദ്, ഇത് മൂന്നും തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്. വാവ് ഇവിടെ ഒരു സത്യം ഉദ്ദേശമാണ്. വല്ലാഹി വല്ലാഹി, അപ്പം ഈ വാവിന് പിന്നെ വാവുൽ ഖസം, പിന്നെ ഈ ലാമ് അതും ആ സത്യത്തെ അറിയിക്കാനാണ്. ലാമു തൗത്തി അലിൽ ഖസം എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടെങ്കിൽ അവിടെ ഒരു വല്ലാഹി ഇല്ല അങ്ങനെ പ്രയോഗിക്കും. അള്ളാഹുവാണേ തീർച്ചയായും എന്ന ഒരു പിന്നെ അർത്ഥാണ് അപ്പോൾ വരിക. ലാമ് ആശയത്തെ ബലപ്പെടുത്താനാണ്. ഖദ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഫതന്ന, ഭൂതകാല ക്രിയക്ക് മുമ്പിൽ ഖദ് എന്ന അവ്യയം വന്നാൽ തീർച്ചയായും എന്നാണ് ഖദ്. ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ, ഖദ് തീർച്ചയായും വിജയം വരിച്ചു വിശ്വാസികൾ എന്ന്. ഖദ് അഫ്ലഹ മൻ സക്കാഹ പോലെ ഖദ്. അപ്പോൾ ഇവിടെ വല്ലാഹി ലഖദ് എന്നുള്ളതാണ്. അള്ളാഹുവാണേ തീർച്ചയായും. അള്ളാഹു പറയണത് ഫതന്ന ഫതന എന്നുള്ളതാണ് ക്രിയ. ഫതന അതിലേക്ക് നാം അത്താമിൻ്റെ നാം എന്ന അർത്ഥത്തിൽ നൂനുൽ ഫാഇല ചേർന്ന് വന്നു. ഫതന പിന്നെ ന, അതാണ് ഫതന്ന. ഫതന്ന നൂനിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ഫതന്ന. ഫതന എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു യുഫ്തനു പറഞ്ഞു. ഫതന പരീക്ഷിച്ചു, ഇബ്തല, ഇംതഹന, ഇഖ്തബറ പരീക്ഷിച്ചു എന്നർത്ഥത്തിൽ. ഈ ഫതന ദഹബ് എന്ന് പറയും, അല്ലെങ്കിൽ ഫതന ഹദീദ് എന്ന് പറയും. സ്വർണം തീയിലിട്ടിട്ട് അതിലെ അസംസ്കൃത വസ്തുക്കൾ, ലോഹങ്ങൾ തീയിലിട്ട് അതിലെ അസംസ്കൃത വസ്തുക്കളെ പുറത്ത് കളയുന്നതിനാണ് ഈ ശരിക്കും ഫതന പ്രയോഗിക്കുക. പിന്നീട് അത് പരീക്ഷണത്തിന് ഉപയോഗിക്കും. കാരണം എന്താ വെച്ചാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് ഉണ്ടാവുക? വിശ്വാസ സമൂഹത്തെ പരീക്ഷിക്കുമ്പോൾ അതിൽ കപടനും വിശ്വാസിയും വേർതിരിയും. സമൂഹം സ്ഫുടം ചെയ്യപ്പെടും, സമുദായം സ്ഫുടം ചെയ്യപ്പെടും, പരീക്ഷിക്കപ്പെടും. അതാണ് പിന്നെ ഈ ഫിത്നയിലൂടെ ഉണ്ടാകുന്നത്. അള്ളാഹുവിൽ നിന്ന് ഫിത്ന വന്നാൽ ഫിത്ന അള്ളാഹു അവതരിപ്പിക്കും. ലിയമീസ അൽ ഖബീസ മിന ത്വയ്യിബ്, ലിയമീസ അൽ ഖബീസ മിന ത്വയ്യിബ്, വിശിഷ്ടമായതിൽ നിന്ന് വിശിഷ്ടമല്ലാത്തത് വേർതിരിയാൻ വേണ്ടി. അതാണ് ഫിത്ന, അള്ളാഹിൻ്റെ ഫിത്ന. അപ്പോൾ ലോഹങ്ങളിൽ ഫിത്ന അതിലെ അസംസ്കൃത വസ്തുക്കളെ പുറത്താക്കാനാണ്. ജനങ്ങളിൽ ഫിത്ന അതിൽ അവിശുദ്ധന്മാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധന്മാരെ സ്ഫുടം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പം അതാണ് ഈ പദത്തിൻ്റെ ഒരു പ്രത്യേകത. അസിൽ പരീക്ഷിച്ചു, ഫതന്ന നാം പരീക്ഷിച്ചു. അല്ല പറയാണ് വലഖദ് ഫതന്ന, അള്ളാഹുവാണ് തീർച്ചയായും നാം പരീക്ഷിച്ചു. ആരെ? അല്ലദീന മിൻ ഖബ്ലിഹിം, അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരെ. അല്ലദീന ഒരു കൂട്ടരെ, ആ ഒരു കൂട്ടർ മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലി എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുമ്പുള്ളവരാണ്. അഹസിബന്നാസ് അല്ലേ, ഈ ജനങ്ങൾ, ഇവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചു എന്ന് പറയാം. മിൻ ഖബ്ലിഹിം, അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾ അല്ലെ, ഉമ്മത്തികൾ, പ്രത്യേകിച്ച് സഹാബികൾ. കാരണം ഈ ആയത്ത് നമ്മളതിന്റെ അവതരണ പശ്ചാത്തലം ഉണർത്തിയില്ല. മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഈ ഇവർ എന്ന് പറഞ്ഞെങ്കിൽ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം പറയുമ്പോൾ ആയത്ത് സൂറത്ത് അങ്കബൂത്തിലാണ് അല്ലേ. ചിലർ പറഞ്ഞ ഈ തുടക്ക വചനങ്ങൾ മദനീയത്താണ്. മദനീയത്ത് എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹിന്റെ മദീന കാലഘട്ടത്തിൽ. കാരണം ആയത്ത് ഇറങ്ങാനുള്ള കാരണങ്ങൾ പറയുമ്പോൾ അതിലൊന്ന് ഈ മഹ്ജ എന്ന് പറയുന്ന വ്യക്തി. മഹ്ജ എന്ന് പറഞ്ഞെങ്കിൽ ഉമർ റളിയല്ലാഹു തആലാന്റെ ഒരു മൗലയായിരുന്നു, മൗല ഉമർ. ഇദ്ദേഹം ബദറിൽ കൊല്ലപ്പെട്ടു. ബദറിൽ ഷഹീദായി. മുസ്ലിങ്ങളുടെ കൂടെ ആയിരുന്നു മഹ്ജ. ബദറിൽ ഇദ്ദേഹം മരണപ്പെട്ടു. ആദ്യം മരണപ്പെട്ടവരുടെ ഗണത്തിലാണ് മഹ്ജ വരിക. മഹ്ജ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമവും വേദനയും ഉണ്ടായി അദ്ദേഹത്തിന്റെ മരണത്തിൽ. ചരിത്രത്തിൽ ചിലത് കാണാം, ഇങ്ങനെ സയ്യിദു ഷുഹദ മഹ്ജ, ഷുഹദാക്കളിൽ സയ്യിദാണ് മഹ്ജ എന്നൊക്കെ പറയപ്പെട്ടതാണ്. കാരണം അത്ര ആദ്യമായിട്ടുള്ള ഒരു ഷഹീദല്ലേ ബദറിന്റെ തുടക്കത്തിൽ. അപ്പൊ അതിനാൽ പറയപ്പെട്ടു. ചിലർ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വേദനിച്ചു. അന്ന് ഈ മരിച്ചാൽ കരയുന്ന വിഷയം വിരോധിച്ചിട്ടില്ല, മരണപ്പെട്ടാൽ കരയുന്ന വിഷയം വിരോധിക്കപ്പെട്ടില്ല. അറബികൾ പണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയായിരുന്നു. അതവരുടെ ഒരു ഈ കുടുംബ മഹാത്മ്യത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. മരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കരയുക, വിലപിക്കുക. അതും ഇത് പൈതൃകം പറഞ്ഞ് വിലപിക്കാതെ അന്ന് അറബികൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്താണ് ഇസ്ലാമിൽ വിരോധിച്ചത്. ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു ഉഹുദിൽ ഷഹീദായപ്പോൾ ഉഹുദിൽ ഷഹീദായവരുടെയൊക്കെ വിഷയത്തിൽ കരയാൻ കുറെ ആളുകളുണ്ടായിരുന്നു. ഹംസന്റെ വിഷയത്തിൽ കരയാൻ ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ഹംസത്തുല ബവാക്കിയ ലഹ, ഹംസക്ക് വേണ്ടി കരയാൻ ആളില്ല, കരയാൻ സ്ത്രീകളില്ല എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നൊന്നും എന്ത് ചെയ്തില്ല, ഈ കരയുന്ന വിഷയം വിരോധിച്ചില്ല. പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചത്, ശക്തമായി വിരോധിച്ചു. എന്നിട്ടും ചില സ്ത്രീകൾ കരയുന്ന അവസ്ഥ വന്നപ്പോൾ മണ്ണ് വാരിയിടാൻ പറഞ്ഞു, തൊള്ളയിലേക്ക് മണ്ണ് വാരിയിടാൻ പറഞ്ഞു റസൂലുള്ളാഹി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഭർത്താവ് അബൂ സലമ മരിച്ചപ്പോൾ, ഉഹുദ് യുദ്ധത്തെ തുടർന്നാണ് അബൂ സലമ മരിക്കണം. ഉഹുദ് യുദ്ധത്തിലല്ല, അതിനെ തുടർന്ന്. അപ്പൊ ഹദീസിൽ കാണാം, ഉമ്മു സലമ റളിയല്ലാഹു തആല വീട്ടിലൊരു പെണ്ണിനെ ഒരുക്കി ഇരുത്തിയിരുന്നു. എന്തിന്? കരയാൻ വേണ്ടി, അവർക്ക് കരയാൻ വേണ്ടി. അന്ന് വിരോധിക്കപ്പെട്ടില്ല, ജാഹിലിയത്തിലെ ഒരു പതിവായിരുന്നു മരിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖപ്രകടനം ഇങ്ങനെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് അള്ളാഹു ശൈത്താനെ ഒഴിവാക്കിയ വീടാണ്, ഇതിലേക്ക് നിങ്ങൾ വീണ്ടും ശൈത്താനെ കുടിയിരുത്തുകയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിലൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് വിരോധിക്കുന്നത്. അലാ കുല്ലി ഈ മഹ്ജ റളിയല്ലാഹു തആല അൻഹു ബദറിൽ മരണപ്പെട്ടപ്പോൾ മാതാപിതാക്കൾക്കുണ്ടായ വിഷമം, വേദന, ആ വിഷയത്തിലാണ് എന്ത് ചെയ്തത്? അഹസിബന്നാസ് അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ എന്ന വചനം അവതരിപ്പിച്ചത് എന്ന് ഇതിന്റെ അവതരണ പശ്ചാത്തലത്തിൽ കാണാം. ഒരു വേള സൂറത്ത് ഈ ആയത്തുകൾ അതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തായിരിക്കും അത് അപ്പോൾ ഈ വിഷയത്തിൽ കേൾപ്പിച്ചതായിരിക്കും. കാരണം അത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തികളുടെ വിഷയത്തിൽ അവർക്ക് മാത്രം ബാധകമായ ആയത്തല്ല, പിന്നെ ഇത് എന്നേക്കും മുസ്ലിമീങ്ങൾക്ക് ബാധകമായിട്ടുള്ള ആയത്താണ്. മുസ്ലിമാണോ മുഅ്മിനാണോ അത് പറഞ്ഞത് കൊണ്ട് മാത്രം ആവില്ല, പിന്നെ പരീക്ഷണം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ മഹ്ജ, പിന്നെ ചില ആദ്യകാല സഹാബികൾ, അവർക്ക് പരീക്ഷണമായിട്ടല്ലോ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മൾ ഖബ്ബാബ് ബിൻ അറത്ത് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പരീക്ഷണത്തിന് വിധേയമായപ്പോൾ അവരിൽ നിന്ന് ചില വിഷമതകൾ, വേദനകളൊക്കെ ഉണ്ടായപ്പോൾ ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറഞ്ഞത്, അഹസിബന്നാസ് അൻ യുത്റകൂ. എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് ഉണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അതാണ് വലഖദ് ഫതന്ന, തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട്, അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ്. ഇവർക്ക് മുമ്പ് എന്ന് പറഞ്ഞെങ്കിൽ സഹാബികളിൽ ചിലർ പരീക്ഷിക്കപ്പെട്ടല്ലോ. ആ
സഹാബികൾക്ക് മുമ്പ് അള്ളാഹു പരീക്ഷിച്ചു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു സുന്നത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചോദ്യം, ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചോദ്യം, അയ്യുമക്കൻ അം യുബ്തല എന്നാണ്. അയ്യുമക്കനു ഔ യുബ്തല എന്നാണ് ചോദ്യം. എന്തീ പറഞ്ഞേ? പിന്നെ യുമക്കൻ എന്ന് പറഞ്ഞെങ്കിൽ തംകീൻ, പിന്നെ അവസരം നൽകുക, ആധിപത്യം നൽകുക. ഒരു വിശ്വാസിക്ക് ആധിപത്യവും അവസരവും നൽകപ്പെടുക എന്നുള്ളതാണ് ഉണ്ടാകുക. ഔ യുബ്തല പരീക്ഷിക്കപ്പെടുകയാണോ ഉണ്ടാവുക? ഏതാണ്? ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, മുഅ്മിനാണ് എന്നതിൻ്റെ പേരിൽ ഒരു പരീക്ഷണവും ഇല്ലാതെ അയാൾക്ക് ഈ ഭൂമിയിൽ അവസരം ഉണ്ടാകുക, ആധിപത്യം ഉണ്ടാകുക, അതാണോ? ഔ യുബ്തല അതല്ല, വിശ്വാസി പരീക്ഷിക്കപ്പെടുകയാണോ ചെയ്യുക എന്ന് ചോദിക്കാൻ ഇമാം ഷാഫിയോട്. ഇപ്പം ഇമാം ഷാഫിയുടെ മറുപടി ലാ യുമക്കൻ. ഇമാം ഷാഫിയുടെ മറുപടി ഇങ്ങനെ വന്നത്, ലാ യുമക്കൻ ഹത്താ യുബ്തല. എന്താ ഇതിൻ്റെ അർത്ഥം? ലാ യുമക്കൻ, ഒരു വിശ്വാസിക്കും തംകീൻ അവസരവും അധികാരവും നൽകപ്പെടുകയില്ല ഹത്താ യുബ്തല, ഹത്താ യുബ്തല പരീക്ഷിക്കപ്പെടാതെ. അത് ചോദ്യം പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക, അതല്ല സ്വാധീനം നൽകപ്പെടുക ചെയ്യുക, അവസരം നൽകപ്പെടുകയാണ് ചെയ്യുക. അഭിമാൻ ഷാഫി റഹ്മത്തുള്ളാഹി ലാ യുമക്കൻ ഹത്താ യുബ്തല, പരീക്ഷിക്കപ്പെടാതെ തംകീനില്ല, അവസരമല്ല. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഇത് എന്തേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ, ഇബ്രാഹിം നബിയെ, മൂസ നബിയെ, ഈസ നബിയെ അലൈഹിമുസ്സലാം, പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെയൊക്കെ അള്ളാഹു പരീക്ഷിച്ചിട്ടാണ് തംകീൻ നൽകിയത്. ആദ്യം അവരൊക്കെ എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. പിന്നെ അവർക്ക് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകി, തംകീൻ അധികാരവും അവസരവും നൽകി. പ്രബോധന പ്രവർത്തനം നടത്താനും ആളുകൾ കൂട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് അവരെ പഠിപ്പിക്കാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയത് പരീക്ഷണം അതിനപ്പുറമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഇത്, ലാ യുമക്കൻ ഹത്താ യുബ്തല. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. അതാണ് അള്ളാഹു അവിടെ പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക്, സഹാബികൾക്ക് മാത്രമല്ല, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവർക്കും എന്ത് ചെയ്തിട്ടുള്ള പരീക്ഷണം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അത് പൂർവികർ പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആല ബലാ കൊണ്ടും പരീക്ഷിക്കും, റഖാ കൊണ്ടും പരീക്ഷിക്കും. റഖാ എന്താ? റഖാ ഐശ്വര്യം, അഭിവൃദ്ധി. ബലാ പരീക്ഷണം അല്ലേ, ഇല്ലായ്മ വല്ലായ്മ തുടങ്ങിയുള്ള പരീക്ഷണം രണ്ടും വരും. റഖായിൽ അതുണ്ടായാൽ എന്താ? ശുക്രാണ്. എന്ത് പാടില്ല? കുഫർ പാടില്ല, കുഫർ ഉണ്ടാകാൻ പാടില്ല. എന്താ ഉണ്ടാണ്ട്? ശുക്രാണ്. ബലാ പരീക്ഷണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടത് എന്താണ്? സബറാണ്. എന്ത് പാടില്ല? ജസ, അക്ഷമ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഖാ കൊണ്ടും പരീക്ഷിക്കും, ബലാ കൊണ്ടും പരീക്ഷിക്കും. ബലായിൽ ഇല്ലായ്മ വല്ലായ്മ കെടുതികൾ. റഖാ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ ശുക്ർ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. അള്ളാഹ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സാ വാച കർമ്മണ ശുക്ർ, നന്ദി. എന്ത് പാടുള്ളതല്ല? കുഫർ പാടുള്ളതല്ല, നന്ദികേട് പാടുള്ളതല്ല. ബലായിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്? നമ്മൾ സബർ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. ഒരിക്കലും എന്ത് പാടുള്ളതല്ല? ജസ, അക്ഷമ കൊണ്ട് പരീക്ഷിക്കപ്പെടാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് അന്ന് മുതൽ ഇന്നോളം സച്ചരിതരുടെ മാതൃക. നബിമാരൊക്കെ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. റഖാ കൊണ്ടും പരീക്ഷിച്ചിട്ടുണ്ട്, ബലാ കൊണ്ടും പരീക്ഷിച്ചിട്ടുണ്ട്. റഖാ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട നബി ആരാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിൻ്റെ ഉദാഹരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ മനസ്സിലാക്കി, ലി യബ്ലുവനി റബ്ബി അഷ്കുർ അം അക്ഫുർ, ഞാൻ ശുക്ർ കാണിക്കുമോ അതല്ല കുഫർ കാണിക്കുമോ, എന്തെൻ്റെ റബ്ബ് പരീക്ഷിക്കാനാണ് എനിക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കി.
അതേപോലെ തന്നെ ബലാഗ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. ആരാ? ബലാഗ് കൊണ്ട് പലരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അയ്യൂബ് നബിയൊക്കെ ആയിട്ട് വലിയ ഉദാഹരണം. പക്ഷെ സബർ കൊണ്ട് പ്രതികരിച്ചു, ഒരിക്കലും ജസ കൊണ്ട് പ്രതികരിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല എന്നാണ്. അല്ലാ കുല്ലി അള്ളാഹു പറയുന്നു വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ആമന്ന എന്ന് പറഞ്ഞതിന് പിന്നെ ഉള്ള പരീക്ഷണം. ലൂത്ത് അലൈഹിസ്സലാം, എങ്ങനെ ലൂത്ത് നബി പരീക്ഷിക്കപ്പെട്ടത്? ഒരു നബിമാരും പരീക്ഷിക്കപ്പെടാത്തൊരു പരീക്ഷണമാണ് ലൂത്ത് നബിയുടെ പരീക്ഷണം. അതെങ്ങനെ? അങ്ങനെ ഒരു നബിയും പരീക്ഷിക്കപ്പെട്ടില്ല. ആരും കൂടെ നിൽക്കാതെ ഒറ്റയാളായിട്ടായിരുന്നു ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരീക്ഷണം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഈ നാട്ടുകാരൊന്നായിട്ട് വന്നപ്പോൾ, നാട്ടുകാരൊപ്പം നിൽക്കേണ്ടവരും ശത്രു വന്നിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിനെതിരിൽ കുറച്ചെങ്കിലും ആളുകൾ ഉണ്ടാകണ്ടേ. പക്ഷെ ഇതൊന്നടങ്കം ഒരു നാട് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എതിരിൽ വരികയാണ്. അതും വളരെ മോശമായ ഒരു സ്വഭാവം ഉള്ളവരായിട്ട്. അതുകൊണ്ടാണ് ലൗ അന്നലി ബിക്കും ഖുവ്വ ഔ ആവി ഇല റുക്നിൻ ഷദീദ് എന്ന് പറഞ്ഞത്. ആളുകൾ വരികയാണ്, വരുമ്പോൾ നിസ്സഹായനായിട്ട് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്ക്, പിന്നെ വീട്ടിലേക്കൊന്നും തിരിഞ്ഞു നോക്കാനില്ല, കാരണം ഭാര്യ വരെ എതിരാണ്. അപ്പോൾ പറയണ ലൗ അന്നലി ബിക്കും ഖുവ്വ, നിങ്ങളെ ചെറുക്കാനുള്ള കരുത്ത് ഞാൻ ഒരാൾക്കുണ്ടായിരുന്നുവെങ്കിൽ, എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഔ ആവി ഇല റുക്നിൻ ഷദീദ്, അല്ലെങ്കിൽ ഒരു റുക്നിൻ ഷദീദിലേക്ക് എനിക്കൊരു പിന്നെ അഭയം ഉണ്ടായിരുന്നുവെങ്കിൽ. റുക്നിൻ ഷദീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലൊരാൾ, അല്ലെങ്കിൽ സുഹൃ വലയത്തിൽ ഒരാൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരാൾ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് നിസ്സഹായനായിട്ട് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന ആ രംഗം, അത് നമുക്ക് മനസ്സിലാലോചിക്കാൻ പറ്റില്ല. ഒരു നാടൊന്നാകെ അദ്ദേഹത്തിന് എതിരിൽ വരുന്ന ഒരു പിന്നെ സമയം. അതുകൊണ്ടാണ് നിസ്ലാസന്മാ തങ്ങൾ പിൽക്കാലത്ത് പറയുന്നത്, നിസ്ലാസന്മാ തങ്ങൾ പറയുന്നത് പിന്നീട് മാ ബഅസല്ലാഹു നബിയ്യൻ ബഅദ ലൂത്തിൻ ഇല്ലാ ഫി മനാഅത്തിൻ മിൻ ഖൗമിഹി. എന്താ? മാ ബഅസല്ലാഹു നബിയ്യൻ, അള്ളാഹു ഒരു നബിയെയും അയച്ചിട്ടില്ല. ബഅദ ലൂത്തിൻ, ആരുടെ ശേഷം? ലൂത്ത് നബിക്ക് ശേഷം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം അള്ളാഹു ഒരു നബിയെയും അയച്ചിട്ടില്ല. ഇല്ലാ ഫി മനാഅത്തിൻ മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നുള്ള ഒരു പ്രതിരോധം അദ്ദേഹത്തിന് ഉണ്ടായിട്ടല്ലാതെ. അതായത് ലൂത്ത് നബിക്ക് ശേഷം വന്ന നബിമാർക്കുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന്, അവർ വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ കുറച്ച് ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമെന്ന്. ചിലപ്പോൾ അവർ അവിശ്വാസികളായിരിക്കും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ പ്രതിരോധിക്കാണ്ടായിരുന്നത് ആരാണ്? അവിശ്വാസികളായ ചില ആളുകളുണ്ട്, മുസ്ലിമീങ്ങൾ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച ആളുകൾ ഉണ്ട്, ശരിയാണ്. പക്ഷെ അവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതിരോധം തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബക്കാരിൽ ബനുൽ മുത്തലിബും ബനു ഹാഷിം, മുത്തലിബിൻ്റെ മക്കളിൽ ചിലരും ഹാഷിമിൻ്റെ മക്കളിൽ ചിലരും അവർ അവിശ്വാസികളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട്. അബൂ താലിബൊക്കെ അതിൻ്റെ ഉദാഹരണം. അതുകൊണ്ടാണ് നബി കുടുംബത്തിന് ചില യുദ്ധാർജിത സ്വത്തുക്കളൊക്കെ ഓരി വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് ഈ ബനുൽ മുത്തലിബിനെയും ബനു ഹാഷിമിനെയും പ്രത്യേകം പരിഗണിച്ചത് പിൽക്കാലത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലം യുഫാരിഖൂന ലാ ഫി ജാഹിലിയത്തിൻ വലാ ഇസ്ലാം, ജാഹിലിയത്തിലും ഇസ്ലാമിലും നമ്മളെ വിട്ടു പോകാത്ത ആളുകളാണ് ആര്? ബനുൽ മുത്തലിബും ബനു ഹാഷിമും എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിൽ ഇവർ അവിശ്വാസികളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സപ്പോർട്ട് ചെയ്ത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് അല്ലോ. ലൂത്ത് നബിയുടെ കാലശേഷം പിന്നെ ഏതൊരു നബിക്കും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഖൗമിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നൊരു വിഭാഗത്തെ പ്രതിരോധക്കാരായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിഷയം നമ്മളുടേത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്ന് ആലോചിച്ച് നോക്കി, വീട്ടിൽ കുറച്ച് അതിഥികൾ മാന്യന്മാരായ അതിഥികൾ ഇരിക്കുകയാണ്. നാടൊട്ടുക്ക് വരുന്നത് എന്തിനാണ്? അതൊരു സ്വഭാവ ദൂഷ്യത്തിനാണ് വരുന്നത്. അവിടെ ഒരു സ്വഭാവ ദൂഷ്യം പ്രവർത്തിക്കാനാണ് വരുന്നത്. മനസ്സിലായത്? അപ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് ആലോചിച്ച് നോക്കി, ആരും ചെറുക്കാനില്ല, തടുക്കാനില്ല.
ഇതൊരു പ്രവാഹം കണക്കെ വരുമ്പോൾ അവരുടെ മുമ്പിൽ എൻ്റെ അതിഥികളാണ്, ഇന്ന ഹൗലാഇ ദൈഫി, ഇവരെൻ്റെ ഗസ്റ്റാണ്, ഫലാ തഫ്ദഹൂൻ, നിങ്ങളെന്നെ മാനം കെടുത്തല്ലേ, നിങ്ങളെന്നെ മാനം കെടുത്തല്ലേ എന്ന് പറയാണ്. അവരെ കൂട്ടാക്കണില്ല. യാ ലൂത്തു ഇന്നക തഅലമു മാ നുരീദ്, ലൂത്ത് നിങ്ങൾ തടുക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താ ഉദ്ദേശിക്കണവർ? തോന്നിവാസികളല്ലേ. അപ്പോൾ പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നിസ്സഹാവ്യവസ്ഥയിൽ പറയാണ്, ഹൗലാഇ ബനാത്തി, പിന്നെ ഫലാ തഫ്തഹൂൻ, എൻ്റെ പെൺമക്കൾ ഇതാ, എൻ്റെ പെൺമക്കൾ ഇതാ, നിങ്ങൾ എൻ്റെ അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൂറത്ത് ഹിജ്ർ ഓതുമ്പോൾ, അതേപോലെ സൂറത്ത് ഹൂദ് ഓതുമ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പരീക്ഷണം, അത് ഒരു പിന്നെ അസഹ്യമായ ഒരു വാർത്തയാണ്. അവസാനം ഈ അതിഥികൾ ആരായിരുന്നു? അതിഥികൾ മലക്കുകളായിരുന്നു. അത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ വേപത് പൂണ്ട് വിഷമം പൂണ്ട് ആ അവസ്ഥയിൽ പിന്നെ അവസാനം മലക്കുകൾ, ഈ അതിഥികൾ തന്നെ പറയാണ്, യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക് ഫലൻ യസ്ലു ഇലൈക, ലൂത്ത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്, മലക്കുകൾ, അവരൊരിക്കലും ഇവിടേക്ക് എത്തൂല, അങ്ങയുടെ അടുക്കലേക്ക് എത്തൂല എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ ഇടപെടുന്ന. ഏതായാലും പരീക്ഷണം അത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്നതിൻ്റെ ആ ഒരു ചരിത്രം. ഏതായാലും വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തങ്ങളുടെ മുമ്പുള്ളവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മളുടെ പണ്ഡിതന്മാർ പിന്നെ ഈ പരീക്ഷണങ്ങളോട് നമ്മൾ എങ്ങനെ, പരീക്ഷണങ്ങൾ എന്തിനു നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അല്ലേ? തിന്മകൾ മായ്ക്കപ്പെടും, ദർജകൾ ഉയർത്തപ്പെടും, നമ്മളെ അള്ളാഹു എന്താ നേർവഴിയിലാക്കും. നമുക്കൊരു ബോധവൽക്കരണമാണ് പരീക്ഷണം പറയുന്നത്, നേർവഴിയിലാക്കും എന്നൊക്കെ പറഞ്ഞില്ല. അതേപോലെ തംഹീസിന് വേണ്ടിയാണ് നമ്മളിവിടെ പറയാം, തംഹീസിന് വേണ്ടിയാണ് അള്ളാഹു നെല്ലും പതിരും വേർതിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ. പരീക്ഷണം ഉണ്ടായാൽ അതിനോടുള്ള പ്രതികരണം എന്താ? പ്രതികരണം അത് ഇതാണ്. എന്താ? നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത് നമ്മൾ ചരിത്രത്തെ ഓർത്തിട്ടാണ്. ഇന്നലകളിൽ പടച്ചോൻ്റെ നടപടിയാണിത്. വിശുദ്ധരായ വിശിഷ്ടരായ ആളുകൾ കടന്നു പോയിട്ടുണ്ട്, നബി പൂങ്കവന്മാർ കടന്നു പോയിട്ടുണ്ട്, അവരിലൊക്കെ അള്ളാൻ്റെ ഈ സുന്നത്തുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനും ആ ഗണത്തിലാണ് അല്ലേ? ഞാനും ആ വഴിയിലാണ്, ഞാനും ആ ഗണത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷണങ്ങളിൽ പിടിച്ചിക്കാൻ പറ്റും. പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ, ക്ഷമിച്ചു നിൽക്കാൻ, അതിനുള്ള ഒരു വഴിയാണിത്. ഇതിൻ്റെ ചരിത്രത്തെ ഓർക്കുക. അല്ലാഹു പറഞ്ഞില്ലേ, ഫസ്ബിർ ഫസ്ബിർ എന്താ പറഞ്ഞ, കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ, ഫസ്ബിർ നീ ക്ഷമിച്ചോ, കമാ സബറ ആര് ക്ഷമിച്ചതുപോലെ, ഉലുൽ അസ്മി മിനർ റസുൽ റസൂലുമാരിൽ ഉലുൽ അസ്മ്, റസൂലുമാരിൽ ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറഞ്ഞു. അതെന്താ? ഉലുൽ അസ്മ് എന്ന് പറഞ്ഞെങ്കിൽ ശക്തരായ കരുത്തരായ മാനസികമായി നല്ല ബലമുള്ള നബിമാരാണ്. അവർ പിടിച്ചു നിന്നു, അവർക്ക് പതർച്ച ഉണ്ടായില്ല. അതേപോലെ ക്ഷമിക്കാനാണ് പറയുന്നത്. അസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഈ അബ്ബാസ് എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ടായിരുന്നു. പിന്നെ ഖലീഫ ഹാറൂൺ റഷീദിന് അബ്ബാസ്. പക്ഷേ ഈ അബ്ബാസ് എന്ന കുട്ടി ഖലീഫക്ക് ഉണ്ടായത് അന്നത്തെ ഒരു വെള്ളാട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഹാറൂൺ റഷീദ് ഈ കുട്ടിയെ അത്ര പരിഗണിച്ചിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അതിന് പല കാരണങ്ങളുണ്ട്. അബ്ബാസിന് അത്ര ഖലീഫക്കുള്ള മറ്റു മക്കളെ അപേക്ഷിച്ച് ഹാറൂൺ റഷീദിന് അമീൻ, മഅ്മൂൻ, മുഅ്തസിം ഇങ്ങനെ മക്കൾ പലരുണ്ട്, ഇതിനെ പരിഗണിച്ചിരുന്നില്ല. പക്ഷെ എന്നാലും ഖലീഫിൻ്റെ കൊട്ടാര പരിസരങ്ങളിലൊക്കെ അബ്ബാസ് ഉണ്ടാവും. ആ ഇടയാണ് എന്ത് ചെയ്തത്, ഒരാൾ പ്രവാചകത്വം വാദിച്ച് വന്നത്. ഖലീഫ ഹാറൂൺ റഷീദ് ഭരിക്കെ ഒരാൾ എന്ത് ചെയ്യാണ്, ഞാൻ നബിയാണെന്ന് പറയുന്നത്, നബി പ്രവാചകത്വം വാദിച്ചു. അന്ന് ഈ കളപ്രവാചകന്മാർ പലരും അവിടെ ഇവിടെയൊക്കെ തലപൊക്കും. അപ്പോൾ ഒരാൾ നബിയാണെന്ന് വാദിച്ചപ്പോൾ എന്ത് ചെയ്തു, അയാളെ പിടികൂടിയിട്ട് ഖലീഫൻ്റെ അടുത്ത് കൊണ്ടുവന്ന്, കൊണ്ടുവന്നിട്ട് ഖലീഫോട് ഇരുത്താൻ പറഞ്ഞിട്ട് ചമ്മട്ടി കൊണ്ട് പുറാക്കാൻ പറഞ്ഞു. ചമ്മട്ടി വടികൊണ്ട് ചാട്ട കൊണ്ട് അവൻ്റെ പുറം പള്ളിപ്പുറാക്കാൻ പറഞ്ഞു. പള്ളിപ്പുറം എന്നുണ്ടെങ്കിൽ 4 കൊടുക്കാൻ പറഞ്ഞു. ഓന് നബിയാണെങ്കിൽ അതിൽ പിന്നെ ഈ കള്ളപ്രവാചകനെ കൊണ്ടുവന്ന് എത്തിയിട്ട് അവനെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ്. അപ്പം ഇങ്ങനെ അവന് പൊളഞ്ഞ് കരയാണ് അടിയിട്ടുമ്പോൾ.
പൊളഞ്ഞു കരയാണ്. അപ്പോൾ ഈ ഹറൂൺ റഷീദിന്റെ മകൻ അബ്ബാസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ അടിയിട്ടിയപ്പോഴുണ്ടല്ലോ അബ്ബാസിനോട് പറയാണ്, പിന്നെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കുന്നു. അപ്പോൾ അബ്ബാസ് പറഞ്ഞു എന്നാണ്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. അടിയിട്ടിട്ട് ഇങ്ങനെ വള്ളിപ്പുറണ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ഈ അബ്ബാസ് എന്ന വ്യക്തിനോട് ഇയാൾ പറഞ്ഞപ്പോൾ, ഈ കള്ളപ്രവാചകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതാണ് അയാളോട്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. റസൂൽ നബിയല്ലേ, നബിയാണ് എങ്കിൽ അടിയിട്ടുമ്പോൾ ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞിട്ട് ക്ഷമിക്കാൻ. അതേപോലെ നബിമാരുടെ പാതയിലല്ലേ, നബിയല്ലേ, അതുകൊണ്ട് ക്ഷമിക്കാൻ പറഞ്ഞു. ഈ ആയത്ത് ഓതിനാണ് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. അതാ റഷീദ് കേട്ട് ഈ പ്രതികരണം, ഈ മറുപടി, അത് ഭയങ്കര മറുപടിയല്ലേ, കൃത്യമായിട്ടുള്ള മറുപടി. അപ്പോഴാണ് ഹാറൂൺ റഷീദിന് ഇതെൻ്റെ സാധാരണക്കാരൻ്റെ ഒരു പ്രതികരണം അല്ലത്, ഇതൊരു പിന്നെ അല്പം മൂളയും തലച്ചോറൊക്കെ ഉള്ള ഒരാളുടെ പ്രതികരണമാണ്. അങ്ങനെയാണ് ഹാറൂൺ റഷീദ് ഈ അബ്ബാസിനെ കൂട്ടാക്കിയത് എന്നാണ്. വലിയ മതിപ്പ് ഈ അബ്ബാസ് എന്ന മകനിൽ ഹാറൂൺ റഷീദ് ഉണ്ടായത് ഈ പ്രതികരണത്തെ തുടർന്ന്. മനസ്സിലായി? അത് വളരെ കൃത്യമല്ലേ. ഇയാൾ നബിയാണെന്ന് പറയാണ്, ഞാൻ നബിയാണ്, ഞാൻ നബി അർത്ഥം നോട്ടക്കൂടി ഒക്കെ നടക്കുകയാണ്. 4 അടി കിട്ടിയപ്പോൾ മൂപ്പർക്ക് അപ്പോൾ നബി വേണ്ട, അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ബിർ കമാ സബറ ഉൽ അസ്മി മിനർ റസൂൽ. അലാ കുല്ലി നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം എന്നുള്ളത് നമുക്ക് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ള എന്താണ് ഒരു ബോധനാണ്, അല്ലെങ്കിൽ അറിയിപ്പാണ്. അങ്ങനെയല്ല, നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അള്ളാഹിനോട് നമ്മൾ സഹായത്തേട്ടം നടത്തണം, അല്ലേ? അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇത് അള്ളാഹുവിൻ്റെ ഖദർ വിധിയാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ഷമയുടെ പാഠങ്ങൾ പഠിക്കേണ്ടത്. നമ്മളിത് അള്ളാഹുവിൻ്റെ വിധിയാണ്. പിന്നെ ദുനിയാവിൻ്റെ സ്വഭാവമാണ്. ദുനിയാവിൻ്റെ സ്വഭാവം എന്താ? പിന്നെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദഹൻ ഫമുലാഖി. ദുനിയാവ് അങ്ങനെയാണ്. ഈ യംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹുൻ മിസ്ലുഹു. നിങ്ങൾക്ക് പ്രയാസവും ക്ലേശവും ഏറ്റിട്ടുണ്ടെങ്കിൽ അതേപോലെ അപ്പുറത്തും ക്ലേശവും ഏറ്റിട്ടുണ്ട്, പ്രയാസം ഏറ്റിട്ടുണ്ട്. ഇതൊക്കെ ദുനിയാവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമുക്ക് ക്ഷമയുടെ പാഠങ്ങളാണ്. എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത് നമ്മൾ വർത്തിക്കേണ്ടത്, ക്ഷമ എങ്ങനെ നമ്മൾക്ക് നേടണം, അതിനൊരു വിഷയമാണിത്. ഇന്നലകളെ, പൂർവികരെ ഓർക്കുക, ഇന്നലകളെ ഓർക്കുക എന്നുള്ളത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലയഅലമന്ന അല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. അതിനാൽ ഫൗൽ ആതിഫ അല്ലെങ്കിൽ ഫൗൽ ഫസിയ എന്നൊക്കെ പറയാം. അതിനാൽ ലയഅലമന്ന അല്ലാഹ്, എന്താ യഅലമു എന്നാണ്, എന്താ അലിമ യഅലമു അറിയുമെന്ന്. ലയഅലമന്ന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുക തന്നെ ചെയ്യും. നൂന് തൗക്കീദിനാണ്, ഇവിടെ ലാമുണ്ട്, ലാമും തൗക്കീദിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുക തന്നെ ചെയ്യും എന്നാണ്. യഅലമു, അല്ലാഹു അറിയും. അല്ലദീന സദഖു, അല്ലദീന സദഖു, സദഖ എന്ന് പറഞ്ഞാൽ സിദഖിൽ നിന്നാണ്. സിദുക്കുള്ളവർ, സത്യസന്ധതയുള്ളവർ. സദഖു, സിദുക്കുള്ളവർ. ഫലയഅലമന്ന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുക തന്നെ ചെയ്യും. അല്ലദീന സദഖു, സത്യസന്ധതയുള്ളവരെ. വലയഅലമന്ന, അല്ലാഹു അറിയുക തന്നെ ചെയ്യും. അൽ കാദിബീൻ, കള്ളന്മാർ, വ്യാജന്മാർ. കെദിബുള്ളവർ, സിദുക്കുള്ളവരെയും കെദിബുള്ളവരെയും അള്ളാഹു അറിയും. ഈമാനിൽ സിദുക്കുള്ളവർ, ഈമാനിൽ കെദിബുള്ളവർ, അവരെ അള്ളാഹു അറിയുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അത് ഈ പരീക്ഷണത്തിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ്, മഖ്സദ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു വലിയ വിഷയമുണ്ട്. ഇവിടെ യഅലമന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധതയുള്ളവരെ അറിയാൻ, വ്യാജന്മാരെ അറിയാൻ എന്നാണ്. ഇപ്പോഴൊരു ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യാജന്മാരെ അറിഞ്ഞിട്ടില്ലേ? അള്ളാഹു അറിഞ്ഞൊരു കാര്യമല്ലേ ഇത്? പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അള്ളാഹ്ക്ക്? അള്ളാഹുവിൻ്റെ അറിവ് എല്ലാത്തിനെയും മുൻകടന്നതല്ലേ?
ഇവിടെ എന്തിനാണ് പരീക്ഷണം? വിശ്വസിച്ച ആളുകൾക്ക് എന്തിനാണ് പരീക്ഷണം? ലിയഅലമന്നല്ലാഹ്, അള്ളാഹ്ക്കറിയാൻ, ഫലയഅലമന്നല്ലാഹ്, അള്ളാഹ്ക്കറിയാൻ, അല്ലദീന സദഖു, വിശ്വസിച്ചവരിൽ സത്യസന്ധനാര്, വലയഅലമന്ന, അള്ളാഹ്ക്കറിയാൻ, അൽ കാദിബീൻ, വിശ്വസിച്ചവർ അവരിൽ വ്യാജന്മാരാര്. ഇത് അള്ളാഹ്ക്കറിയാൻ എന്നാണല്ലോ ഉദ്ദേശം. അത് അള്ളാഹു അറിഞ്ഞ കാര്യമല്ലേ, അള്ളാഹു കാലേ കൂട്ടി അറിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണത്തിനപ്പുറം അതറിയാൻ എന്ന് പറയുന്നത്? അള്ളാഹു ത്രികാലജ്ഞനാണ്, വരാനിരിക്കുന്ന കാര്യം അള്ളാഹു അറിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഇവിടെ അറിയാൻ എന്ന് പറയുന്നത്? അങ്ങനെ ജനങ്ങൾക്ക് കാണിക്കുവാൻ. അങ്ങനെ ഒരു ആയത്തിന് ഖിറാഅത്ത് ഉണ്ട്. അവിടെ ഖിറാഅത്ത്, ഈ ആയത്തിന് ഖിറാഅത്ത് ഇങ്ങനെയുണ്ട്, ഫല യുലിമന്നല്ല, യുലിമന്നല്ല. അപ്പൊ അലമ അറിയിച്ചു, ഫല യുലിമന്നല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കും, അല്ലദീന സദഖു, സത്യസന്ധന്മാരാരെന്നും, വല യുലിമന്ന, അള്ളാഹു അറിയിക്കും, അൽ കാദിബീൻ, കള്ളന്മാർ. അവിടെ അലമ യുലിമു എന്നാണ് അറിയിച്ചു. അപ്പൊ നിങ്ങൾ അർത്ഥം ശരിയാണ്. പക്ഷെ ഇവിടെ അലിമ യഅലമു എന്നാണ് ഖിറാഅത്ത്. ഇതാണ് പ്രസിദ്ധമായ ഖിറാഅത്ത്, ജുംഹൂറിന്റെ ഖിറാഅത്ത്, അള്ളാഹു അറിയാൻ വേണ്ടി. അവിടെ വിഷയം ഈ അലിമ എന്നുള്ളത് ഉണ്ടല്ലോ, ഇവിടെ ഇതിന് മയ്യസ എന്ന ഉദ്ദേശാർത്ഥമുണ്ട്. മയ്യസ എന്നാണ് വേർതിരിക്കുക, മയ്യസ എന്ന വേർതിരിക്കുക, അല്ലെങ്കിൽ അദ്ഹറ എന്നർത്ഥം. അദ്ഹറ കാണിക്കാൻ വേണ്ടി, പ്രകടമാക്കുക, മയ്യസ വേർതിരിക്കുക. ആ ഉദ്ദേശത്തിലാണ് ഇവിടെ ഇതിൻ്റെ പ്രയോഗം. ഫല യഅലമന്നല്ലാഹു, അള്ളാഹു വേർതിരിക്കാൻ വേണ്ടി. ആരെ? അല്ലദീന സദഖു, ഈമാനിൽ സത്യസന്ധത പുലർത്തിയവര്. വലയഅലമന്ന, അള്ളാഹു വേർതിരിക്കാൻ, അൽ കാദിബീൻ, ആരെ? കള്ളന്മാർ, വ്യാജന്മാർ. അപ്പൊ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ സത്യസന്ധരാര്, അതിൽ വ്യാജരാര്, ഇവരെ വേർതിരിക്കാൻ വേണ്ടി. ഇതാണ് അവരുടെ ഈ അലമ എന്നതിൻ്റെ ഉദ്ദേശം. ചിലർ പറഞ്ഞില്ല, അബ്ഹറ, വ്യക്തമാക്കാൻ വേണ്ടി, പ്രകടമാക്കാൻ വേണ്ടി. ഫല യഅലമന്ന അല്ലാഹു അല്ലദീന സദഖു, വിശ്വസിച്ചിട്ട് അതിൽ സത്യസന്ധരാര് എന്നവരെ അള്ളാഹു കാണിക്കാൻ വേണ്ടി, പ്രകടമാക്കാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി. വലയഅലമന്ന അൽ കാദിബീൻ, കള്ളന്മാരാര്, അവരെ പുറമേക്ക് കാണിക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷിക്കും എന്നാ പറഞ്ഞു. ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അറിഞ്ഞതല്ല വിഷയം, പിന്നെ അറിഞ്ഞതിൻ്റെ ലാസിമാണ്. നമ്മൾ പറയില്ലേ, എനിക്കറിയാട്ടോ, നമ്മൾ പറയില്ലേ, എനിക്കറിയാട്ടോ എന്നറിയും അല്ലേ. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മക്കളൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, എനിക്കറിയാട്ടോ എന്നറിയും. എനിക്കറിയുന്നുള്ളത് അറിയിക്കാനാണ് ആ പറഞ്ഞത്, അതല്ല എന്തിനാ? അതെ, പിന്നെ എനിക്കറിയാമെന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണെങ്കിൽ അതിനെനിക്ക് കിട്ടും എന്നുള്ളത് അല്ല. എനിക്കറിയാം വിഷയം എന്നുള്ളത് ഒരു അനുനയത്തിലും ഒരു തൃപ്തിയിലും ആണെങ്കിൽ ഞാൻ അതിന് പാരിതോഷികം തരും എന്നർത്ഥത്തിലല്ലേ. അപ്പോൾ അതാണ് ഇവിടെ വിഷയം. അള്ളാഹു അറിയാം, സത്യസന്ധരായവരെ അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ സത്യസന്ധർക്ക് അള്ളാഹു എന്തെങ്കിലും അതിനുള്ള പ്രതിഫലം നൽകും. വലയഅലമന്നൽ കാദിബീൻ, വ്യാജന്മാരൻ ആര് എന്നവരെ അള്ളാഹ്ക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അവർക്കതിൻ്റെ ശിക്ഷയും നൽകും. അപ്പോൾ ഇവിടെ പിന്നെ ഇതിൻ്റെ ലാസിം, ഈ അറിഞ്ഞതിൻ്റെ ലാസിം എന്താണ്? അതിനെ തുടർന്ന് അനിവാര്യമായത് എന്താണോ അത് അള്ളാഹു അറിയും. അതിൻ്റെ അനിവാര്യതയാണെന്ത്? അവർക്ക് കൂലി നൽകുക, പ്രതിഫലം നൽകുക, സ്വർഗം നൽകുക എന്നുള്ളത്. വ്യാജന്മാരെ അള്ളാഹു അറിയും. ആ അറിയുമെന്നതിൻ്റെ എന്താ ലാസിമാണെന്ത്? അനിവാര്യതയാണെന്ത്? അവർക്ക് ശിക്ഷ നൽകുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ അറിയും എന്നുള്ളതല്ല ഉദ്ദേശം എന്താണ്? അതിൻ്റെ ലാസിം, അനിവാര്യമായിട്ടുള്ള പ്രതിഫലമാണ്. ഇവിടെ അറിയും എന്നതിൻ്റെ അനിവാര്യത അതെന്താണ്? ശിക്ഷയാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് അജ്ഞത
മുൻകടക്കൂല. അള്ളാഹ്ക്ക് അജ്ഞത മുൻകടക്കൂല ഒരിക്കലും. അള്ളാഹുവിൻ്റെ അറിവ് ഏത് കാലവും ഒരുപോലെയാണ്. അള്ളാഹിൻ്റെ അറിവ് ഏത് കാലവും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധരെ അറിയാൻ, വ്യാജന്മാരെ അറിയാൻ, അതുവരെ അറിയാതെ ഇനി അറിയാൻ അള്ളാഹു ഇടയിൽ ഒരു പരീക്ഷണം, അതൊരിക്കലും ഉദ്ദേശമല്ല. പറഞ്ഞത് മനസ്സിലാണ്ടോ? പരീക്ഷിക്കുന്നത് എന്തിന്? അള്ളാഹ്ക്ക് അറിയാൻ. ആരെ അറിയാൻ? സത്യസന്ധരെ. അള്ളാഹു അറിഞ്ഞ വിഷയമല്ല അത്, അള്ളാഹു അറിഞ്ഞ വിഷയമാണ്. അപ്പോൾ ഉദ്ദേശം അള്ളാഹു അറിഞ്ഞു എന്നത് എന്താ, അറിയിക്കുന്നത് എന്തിനാണ്? അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ഇവരുടെ അറിഞ്ഞു എന്ന് പറയുന്നത് ഇവർക്ക് അള്ളാഹു ശിക്ഷ നൽകും എന്നുള്ളതിനെ ബോധ്യപ്പെടുത്താൻ. പിന്നെ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞത് പരീക്ഷണത്തിന്റെ ഒരു വിഷയം ഫായിദ തംഹീസാണ്. തംഹീസ് അല്ലെങ്കിൽ തമീസ്, വേർതിരിക്കലാണ്. അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യൂല. സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞിട്ടുണ്ട്, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. മുഅ്മിനീങ്ങൾ അള്ളാഹു ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ വിടൂല ഒരിക്കലും. ഹത്താ യമീസൽ ഖബീസ മിന ത്വയ്യിബ്. ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞവരിൽ ഖബീസും ഉണ്ട്, ത്വയ്യിബും ഉണ്ട്. എന്താ ഖബീസ്? ഖബീസ് വൃത്തികെട്ടവരുണ്ട്. ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞത് അവരിൽ ആരുണ്ട്? ത്വയ്യിബും ഉണ്ട്, വിശിഷ്ട. മനസ്സിലായി? അള്ളാഹു ഇത് രണ്ട് കൂട്ടിയെ എന്ത് ചെയ്യും? വേർതിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു പരീക്ഷിക്കും. നിങ്ങൾ ഇവിടെ ഹയാത്തിലിരിക്കെ ഉഹുദ് യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഉഹുദ് യുദ്ധത്തിൽ അബൂ സുഫിയാന്റെ കൂടെ എത്ര ആളാ പറയും? അബൂ സുഫിയാന്റെ കൂടെ 3000 ആളുകളാണ്. 3000 ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര ആളാ? 1000 ഉണ്ടോ ഉഹുദിൽ? 1000 പേരാണ് ഉഹുദിലേക്ക് പുറപ്പെട്ടത്. നോക്കണം, ശത്രു 3000, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1000. എപ്പോ? ഇവരെ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഉഹുദിലേക്ക് പോകുമ്പോൾ, മദീനയിൽ നിന്ന് പോകുമ്പോൾ ഉഹുദിലേക്ക് പോകുമ്പോൾ 1000 പേരാണ്. ഈ 1000 പേരിൽ 300 പേർ വൈക്കന്ന് മടങ്ങി, വഴിയിൽ നിന്ന് മടങ്ങി. 1000-ൽ നിന്ന് 300 പേർ. കാരണം എന്താ? അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നു. അള്ളാഹ്ക്ക് പിന്നെ വേർതിരിക്കണം. ആരെ? അല്ലദീന സദഖു, പിന്നെ അല്ലദീന കദബു ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ 1000-ൽ 300 പേർ കാദിബീൻ, 700 പേരെ എന്തുള്ളൂ? അല്ലദീന സദഖു. അള്ളാഹുവിൻ്റെ ഇത് വഴിയിൽ വെച്ച് അവരെ വേർതിരിച്ച് 1000 പേർ റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ട്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലും കൂട്ടരും പറയാണ്, മുതിർന്നവരുടെ വാക്ക് മുഹമ്മദ് കേട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുതിർന്നവർ, വയസ്സായവർ പറഞ്ഞ എന്താണ്? നമുക്ക് മദീനത്ത് നിന്നാൽ മതി, നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഉഹുദിലേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ നിന്നാൽ മതി, ഇവിടുന്ന് പ്രതിരോധിക്കാന്ന് പറഞ്ഞത്. യുവാക്കൾ പറഞ്ഞില്ല, മദീനയിൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള പ്രതിരോധം വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഉഹുദിലേക്ക് പോകാൻ പറഞ്ഞു. യുവാക്കളുടെ നിലപാടാണ് ശരി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പോയത്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ കൂട്ടരും പറയാണ്, എന്താ ഉള്ളു കലക്കുകയാണ്. നമ്മൾ മുതിർന്നവർ പറഞ്ഞത് മുഹമ്മദ് കേട്ടില്ല, യുവാക്കളെയാണ് കേട്ടത്, അതുകൊണ്ട് നമുക്ക് പോണ്ടാട്ടം ചെയ്ത് ഇത്ര ഉണ്ടാക്കിയിട്ട് ഈ 1000 പേരിൽ നോക്കണം. ഇവിടെ 3000 ആളുകളാണ്, ഒരാൾക്ക് 3 ആളാണ്. എന്നിട്ട് അതിന് എന്ത് ചെയ്തു? 300 പേരെ വലിച്ചു. മനസ്സിലായി? 700 പേര് പോയി ഉഹുദിൽ ഉണ്ടല്ലോ ഇവരോട് ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടായി. ഉജ്ജ്വല വിജയം. ഉഹുദിൽ ഈ 700 പേർ 3000 പേരോട് ഉജ്ജ്വല വിജയം എന്ന് പറഞ്ഞെങ്കിൽ ഈ 3000 പേരിൽ 12 പേർ ബനു അബ്ദുദ്ദാർ ഗോത്രം. ബനു അബ്ദുദ്ദാർ ഗോത്രം എന്ന് പറഞ്ഞെങ്കിൽ അവരാണ് ഖുറൈശികളിൽ പതാക പിടിക്കുന്ന ആളുകൾ. പിന്നെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം വന്നപ്പോൾ അവരിൽ പതാക ഏന്തേണ്ടവർ ഉണ്ടല്ലോ, ലിവാ, അവർ ബനു അബ്ദുദ്ദാർ കുടുംബാണ്. റസൂലുള്ളാഹിന്റെ മുത്തപ്പാന്റെ കുടുംബക്കാർ. ഹുസൈന്റെ മക്കള് ഒന്ന് അബ്ദുദ്ദാറും മറ്റൊന്ന് അബ്ദുമനാഫിന്റെ മക്കളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബ്ദുദ്ദാറിന്റെ കുടുംബം, അവരാണ് പതാക ഖുറൈശികളിൽ പിടിക്കേണ്ടത്. ഈ ബനു അബ്ദുദ്ദാറിൽ 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉഹുദിൽ. പതാക ഏന്തുന്നവർ ഒരാൾ കൊല്ലപ്പെട്ടു, അപ്പൊ അടുത്ത ആള്, ഇങ്ങനെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, അത്ര ഉജ്ജ്വല വിജയമായിരുന്നു ഉഹുദിൽ. പക്ഷെ പിന്നെന്തുണ്ടായത്? ഇവര് തോറ്റോടി. 3000 പേർ തോറ്റോടിയപ്പോഴാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം, ഉഹുദിന്റെ ജബലുൽ ഐനൈൻ അല്ലെങ്കിൽ ജബലുർ റുമാത്തിൽ നിർത്തി 50 പേരെ എന്ത് ചെയ്തത്? മലയിറങ്ങിയത്. റസൂലുള്ളാഹിന്റെ കൽപ്പനയെ
പിന്നെ അവർ മാനിച്ചില്ല, അവരിറങ്ങി. അപ്പോഴാണ് എന്ത് ചെയ്തത്? വീണ്ടും പരാജയം വന്നത്. പിന്നെ തോറ്റോടിയ പടയാണ് പിന്നെ തിരിച്ചു വന്നത്. മനസ്സിലായത്? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ 700 പേർ 3000 ഏറ്റുമുട്ടിയിട്ട് എന്താ ഉണ്ടായത്? വിജയമാണ് ഉണ്ടായത്. ഉജ്ജ്വല വിജയമാണ് ഉണ്ടായത്. പതാക ഏന്തിയ 12 പേർ, ഒരാൾക്ക് പിറകെ മറ്റൊരാൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ അത് അറിയിക്കുന്നത് വലിയ പരാജയത്തെയാണ്. ആ പരാജയമേറ്റ് തോറ്റോടിയവരാണ് എന്ത് ചെയ്തത്? പിന്നെ തിരിച്ചു വന്നത്. അത് ഈ വിശ്വാസികളിൽ നിന്ന് വന്ന ചിലരുടെ വീഴ്ച കാരണത്താൽ. അലാക്കുള്ളി ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ അള്ളാന്റെ നടപടിയാണിത്. ഇത് വേർതിരിക്കുക എന്നുള്ളത്, ഈ ഉള്ളതിനെ വേർതിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ചരിത്രമാണത്. അപ്പൊ ഫലയാലമൻ അല്ലാഹുല്ലദീന സദഖു വലയാലമനൽ കാദിബീൻ എന്ന് പറഞ്ഞെങ്കിൽ, അള്ളാഹു അറിയാൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉദ്ദേശം എന്താണ്? അള്ളാഹു വേർതിരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കാൻ, കാണിക്കാൻ ആരാണ് സത്യസന്ധർ, ആരാണ് വ്യാജന്മാർ. ഇതാണ് ഇവിടെ ഉദ്ദേശം. ഖലാസ്. അല്ലെങ്കിൽ ഇവിടെ വിഷയം പിന്നെ പ്രതിഫലം നൽകാൻ, അറിയാൻ എന്നുള്ളതല്ല, അറിഞ്ഞിട്ട് അറിഞ്ഞവർക്ക് പ്രതിഫലം. ഇവിടെയും അറിയാൻ എന്നുള്ളതല്ല, അറിഞ്ഞിട്ട് അവർക്ക് ശിക്ഷ. ഇതാണ് ഇവിടെ ഉദ്ദേശം. അം ഹസിബല്ലദീന യഅമലൂന സയ്യിആത് അൻ യസ്ബിഖൂന സാഅ മാ യഹ്കുമൂൻ. ഇവിടെ ഒരു വിഭാഗം ആളുകളുടെ ധാരണ അല്ലാഹു തിരുത്തി. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന, അല്ലേ? അത് വിശ്വാസികൾ വിചാരിച്ചിരിക്കുകയാണോ, പിന്നെ അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിനാൽ പരീക്ഷിക്കപ്പെടാതെ വിടുമെന്ന്. എന്നിട്ട് വിശ്വാസികളുടെ ആ ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയത്. അങ്ങനെ വിചാരിക്കണ്ട എന്നർത്ഥത്തിൽ, ചോദ്യമാണെങ്കിലും വിചാരിക്കേണ്ട എന്നർത്ഥത്തിൽ, പരീക്ഷണം വരും എന്ന് പറയാണ്. ഇനി അള്ളാഹു ഇവിടെ അം ഹസിബല്ലദീന യഅമലൂന സയ്യിആത്, ഇവിടെ അം എന്ന് പറഞ്ഞാൽ ബൽ എന്ന അർത്ഥത്തിൽ, ഇത് വേറൊരു ബൽ എന്ന അർത്ഥത്തിൽ ഇദ്റാബുൽ ഇന്തിഖാലി എന്ന് പറയുന്ന വ്യാകരണ പ്രകാരം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ധാരണയെക്കുറിച്ച് പറഞ്ഞു. ഇനി മറ്റൊരു ധാരണയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഇവിടെ പറയുന്നത്, തിരുത്തുന്നത്. എന്ന് പറഞ്ഞെങ്കിൽ ബൽ മാത്രമല്ല ഹസിബല്ലദീന യഅമലൂന സയ്യിആത്. സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ തിന്മ. സയ്യിഅത്തുൻ ഹസനത്തുൻ എന്നതിന്റെ നേരെ വിപരീതമാണ് സയ്യിഅത്ത്. ഹസനത്ത് നന്മ, അപ്പൊ സയ്യിഅത്ത് തിന്മ. ഇതിൽ നിന്നൊക്കെ വന്നാണ് തിന്മല്ലേ, എന്നാണ് അതിന് വിൽപ്പനാണിത്. സയ്യിഅത്തുൻ സയ്യിആത്ത് തിന്മകൾ, ശിർക്ക് ഉൾപ്പെടെ ഉള്ള തിന്മകൾ. സയ്യിആത്ത് യഅമലൂന സയ്യിആത്ത് തിന്മകൾ പ്രവർത്തിക്കുന്നു. അല്ലദീന യഅമലൂന സയ്യിആത്ത് തിന്മകൾ പ്രവർത്തിക്കുന്നവർ. ഹസിബ എന്നാണ് വിചാരിച്ചു. നമ്മൾ പറഞ്ഞില്ലേ ഹസിബ യഹ്സബു എന്നാണ് വിചാരിച്ചു. ബന്ന യബുന്നു അഅ്തഖദ യഅ്തഖിദു വിശ്വസിച്ചു, വിചാരിച്ചു. ഹസബ യഹ്സിബു ആണെങ്കിലോ, ഇവിടെ ഫതഹാണെങ്കിലോ ഹസബ എന്താ? ഹസബ യഹ്സിബു കണക്കുകൂട്ടി. നമ്മൾ പറഞ്ഞില്ലേ ഹസബ യഹ്സിബു കണക്കുകൂട്ടി. ഹസബയാണെങ്കിൽ ഹസബ യഹ്സിബു കണക്കുകൂട്ടി. ഹസിബ യഹ്സബു വിചാരിച്ചു, വിശ്വസിച്ചു. ഹസുബ എന്താ? ഹസുബ നമ്മളിവിടെ 3 ക്രിയ എഴുതിയില്ലേ? വരും. ഹസുബ എന്ന് പറഞ്ഞാൽ നല്ല തറവാടിയായി, അല്ലേ, കുലമഹിമയുള്ളവനായി എന്ന അർത്ഥത്തിൽ ഹസുബ. അം ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത് തിന്മകൾ ചെയ്യുന്നവർ വിചാരിക്കുന്നു. ഇവിടെ വിചാരിക്കുന്നുവോ എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മല്ല. കാരണം ബൽ എന്ന അർത്ഥത്തിലാണ്. ഒരു കൂട്ടർ അങ്ങനെ വിചാരിക്കുന്നു, ഒരു കൂട്ടർ ഇവിടെ ഇങ്ങനെ വിചാരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വിചാരിക്കുകയാണോ, അങ്ങനെ വിചാരിക്കണ്ട എന്നുള്ളത് തിരുത്താനാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുകയാണ്. ബൽ ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത് തിന്മ ചെയ്യുന്നവർ വിചാരിക്കുന്നു. അൻ യസ്ബിഖൂന എന്താ വിചാരിക്കുന്നത്? അൻ യസ്ബിഖൂന അവർ നമ്മെ
സബ്ഖ്. സബ്ഖ് എന്താ? സബ്ഖ് എന്ന് പറഞ്ഞാൽ മുൻകടക്ക. മുൻകടക്ക. ഇതാണ് ഇസ്തിബാഖ്, സിബാഖ്, ഇസ്തിബാഖ്, മുസാബഖ ഒക്കെ ഇന്നാണ് വരുന്നത്. അവർ നമ്മെ മുൻകടക്കുവാൻ നമ്മെ, അള്ളാഹു പറയാണ്, ഞാൻ പറഞ്ഞ നമ്മെ അള്ളാഹുവിന്. യസ്ബിഖു, ഈ തിന്മ ചെയ്യുന്നവർ അവർ മുൻകടക്കും. ഐ യസ്ബിഖൂന, നമ്മെ അവർ മുൻകടക്കുവാൻ വിചാരിക്കുന്നു. അവിടെ ഉദ്ദേശം വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കുറേ പ്രയോഗം വന്നിട്ടുണ്ട്, മനസ്സിലല്ലേ? തോൽപ്പിക്കുക, പരാജയപ്പെടുത്തുക എന്നൊക്കെയാണ് ഉദ്ദേശം. നമ്മെ തോൽപ്പിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ തിന്മ ചെയ്യുന്നവർ വിചാരിക്കുന്നു, നമ്മെ തോൽപ്പിക്കുവാൻ. സബ്ഖ് എന്ന് പറയും ഫൗത്ത്. ഫൗത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. അവർ നമ്മെ നഷ്ടപ്പെടുത്തുവാൻ എന്ന ഉദ്ദേശം പറയപ്പെട്ടിട്ടുണ്ട്. അവിടെ അള്ളാനെ മുൻകടക്കുക, അള്ളാനെ തോൽപ്പിക്കുക, നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം അള്ളാഹ്ക്ക് പിടികിട്ടാതെ ഇവർ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആരുടെ വിഷയത്തിലാണ്? അല്ലദീന അമലൂന സയ്യിആത്ത് എന്നുള്ളതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഇത് ചിലരുടെ വിഷയത്തിലാണ്. അതിലൊന്ന് അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി, നമ്മളിപ്പോൾ പറയുന്നത്. മറ്റൊന്ന് അബൂ ജഹൽ, പിന്നൊന്ന് അൽ അസ്വദ്, പിന്നൊന്ന് ഉത്ബ, പിന്നൊന്ന് ഷൈബ, പിന്നൊന്ന് അൽ വലീദ് ഇബ്നു ഉത്ബ, മനസ്സിലായോ? പിന്നൊന്ന് അൽ ആസി ഇബ്നു വാഇൽ അസ്സഹ്മി, പിന്നെ ഒന്ന് ഹംബല ഇബ്നു അബി സുഫിയാൻ, അബൂ സുഫിയാന്റെ മകൻ ഹംബല. ഇങ്ങനെ പിന്നെ അൽ ആസി ഇബ്നു ഹിഷാം, രണ്ട് അൽ ആസി ഇബ്നു വാഇലുണ്ട്, അൽ ആസി ഇബ്നു ഹിഷാം ഉണ്ട്. ഇവരൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ് ഈ ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത്, ശിർക്ക് ഉൾപ്പെടെയുള്ള നെറികേടുകൾ, തിന്മകൾ ചെയ്ത ആളുകൾ, ഇക്കൂട്ടർ അവർ ധരിക്കുകയാണ് അൻ യസ്ബിഖൂന, അവർക്ക് അള്ളാഹിനെ പരാജയപ്പെടുത്താൻ കഴിയും, തോൽപ്പിക്കാൻ കഴിയും എന്ന്. ഇവരങ്ങനെ വളരെ കരുത്തരായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. എവിടെ? പിന്നെ മക്കയിൽ. അവരുടെ ശാരീരിക പ്രകൃതിയും പിന്നെ അവരുടെ കുടുംബപരമായ പ്രത്യേകതകളും പിന്നെ അവരുടെ സ്വത്ത് കാര്യങ്ങളും ഒക്കെ അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തിയിട്ട് അവർക്ക് കടന്നു പോകാമെന്നതായിരുന്നു ഇവരുടെ ധാരണ. അത് അവർ പറഞ്ഞിരുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഇതിൽ അൽ വലീദ് ഇബ്നുൽ മുഗീറ ഖുറൈശികളുടെ കാരണവർ, അൽ മഖ്സൂമി, ബനു മഖ്സൂം കുടുംബക്കാരൻ, അബൂ ജഹൽ അംർ ഇബ്നു ഹിഷാം അൽ മഖ്സൂമി, അൽ അസ്വദ്. ഈ അസ്വദിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അറിയാം അസ്വദിനെ കുറിച്ച് എന്തിനാ നമ്മൾ പറഞ്ഞത്? ഈ അൽ അസ്വദിനെ കുറിച്ച് പഠിച്ച് നമ്മൾ അൽ അസ്വദ് ബിനു അബ്ദി യഗൂസ് ഇബ്നു വഹബ് ഇബ്നു അബ്ദു മനാഫ് ഇബ്നു സുഹ്റ ഇബ്നു കിലാബ് ഇബ്നു മുറത്ത് ഇബ്നു കഅബ്. എന്തിനാ അസ്വദ് ബിൻ അബ്ദു യഗൂസിനെ പറഞ്ഞത്? ബനു സുഹ്റയിൽപ്പെട്ട അൽ അസ്വദ് ബിൻ അബ്ദു യഗൂസിനെ കുറിച്ച് എന്തിനാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മയ്യത്തിൽ നിന്ന് അള്ളാഹു ഹയ്യനെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ചരിത്രമല്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഴിക്കുള്ള കുടുംബം ബനു സുഹ്റയിൽപ്പെട്ട ആളാണ് അൽ അസ്വദ്. ഈ അസ്വദ് ഇബ്നു അബ്ദി യഗൂസ് ഇബ്നി വഹബ് ഇബ്നി അബ്ദു മനാഫ് ഇബ്നി സുഹ്റ. റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബിന്ദു വഹബാണ് അല്ലെ. ഇത് അസ്വദ് ബിൻ അബ്ദി യഗൂസ് ഇബ്നു വഹബാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഉമ്മാന്റെ ആങ്ങളന്റെ മകന്റെ മകനാണ് ഈ അൽ അസ്വദ്. റസൂലുള്ളാഹിന്റെ വളരെ വലിയ ശത്രുവായിരുന്നു, വലിയ ശത്രു.
വളരെയധികം റസൂലുള്ളാഹിനെ ദ്രോഹിച്ച ബനൂ സുഹറയിലെ മെമ്പറാണ് ഈ അസ്വദ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഈ അൽ അസ്വദ് കടന്നു പോകുമ്പോൾ ജിബ്രീൽ ചോദിക്കുന്നുണ്ട്, റസൂലെ എങ്ങനെയാണ് ഇയാൾ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബിഇസ റജുൽ അബ്ദുള്ള, ബിഇസ അബ്ദുള്ള അല അന്നഹു ഖാലി, എൻ്റെ ഖാലാണ്. ഖാൽ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാരുടെ വഴിയിലുള്ള ആളാണ്, പക്ഷേ എന്നിട്ട് എത്ര മോശം എന്ന് പറയുന്നുണ്ട്. പിന്നെ അയാളുടെ വയറിന് നേരെ ജിബ്രീൽ വിരൽ ചൂണ്ടിയപ്പോൾ ആ വയറ് വീർത്ത് മുട്ടിയാണ് അയാളുടെ മരണം ഉണ്ടായതെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഇന്നക ഫൈനാക്കൽ മുസ്തഹ്സീൻ, പരിഹാസികളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ മതി എന്ന് പറഞ്ഞല്ല. ആ ആയത്തിൽ അള്ളാഹു കൈകാര്യം ചെയ്ത ആളിൽ ഒരാളാണ് ഈ അൽ അസ്വദ് ഇബ്നു അബ്ദു യൗഫ്. നമ്മൾ പറഞ്ഞത് ഇയാളുടെ മകളെ കുറിച്ച് നമ്മളാന്ന് പറഞ്ഞത്. ഇയാളുടെ മകളാരായിരുന്നു? എന്താ പേര്? ഖാലിദ, ഖാലിദ ബിൻതുൽ അസ്വദ്. പിന്നെ ഒരിക്കൽ മതി മസ്ജിദ് നബവിയിൽ നിസ്കരിക്കണത് കണ്ട റസൂലുള്ള വളരെ നല്ല രീതിയിൽ നിസ്കരിക്കണം, നല്ല ഒരു നിസ്കാരം. അപ്പൊ റസൂലുള്ള ചോദിക്കണം മൻ ഹാദി, ഇതാരാണ്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് മിൻ ഖാലാത്തിക്, നിങ്ങളുടെ ഖാലാത്തിൽപ്പെട്ടതാണ്. ഖാലാത്ത് എന്നാൽ ഉമ്മന്റെ കുടുംബക്കാരിയാണ് എന്ന് പറയാണ്. അപ്പൊ അതാരാന്ന് ചോദിക്കാണ്. അപ്പൊ പറയുന്നത് ഖാലിദ ബിൻതുൽ അസ്വദ്, അൽ അസ്വദിന്റെ മകൾ ഖാലിദ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത് സുബ്ഹാനല്ലാഹ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മയ്യത്തിൽ നിന്ന് അല്ലാഹു ഹയ്യിനെ പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ചരിത്രം പറഞ്ഞു. അതിന് വേറെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ഈ ഇതൊക്കെ ഇസ്ലാമിന്റെ കൊടിയ ഉത്ബയും ഷൈബയും വലീദും ബദർ യുദ്ധത്തിൽ തൊന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്. അൽ ആസ് ഇബ്നു വാഇൽ അസ്സഹ്മി, അതേപോലെ ഹംദല ഇബ്നു അബി സുഫിയാൻ, ഈ ഹംദല എന്നുള്ളത് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ അൽ ആസിബിന് ഹിഷാം ആകട്ടെ, അൽ ആസിബിന് വാഇൽ അസ്സഹ്മി ആകട്ടെ വലിയ ശത്രുക്കളായിരുന്നു ഇസ്ലാമിന്റെ. ഷാനി അക ഹുവൽ അബ്തർ എന്നുള്ള ആയത്തൊക്കെ ഇറക്കിയത് ഇയാളുടെ ഒക്കെ വിഷയത്തിലാണ്. ഏതായാലും അവര് വിചാരിക്കുകയാണ് എന്ത്, ഒരു വലിയ ആളുകളല്ലേ, കരുത്തരാണ്. ഐയസ്ബിഖൂന, അള്ളാഹിനെ തോൽപ്പിച്ചിട്ട് പടച്ചോഞ്ഞി പിടികിട്ടാത്തവർ, അള്ളാഹ്ക്ക് പിടികിട്ടാത്തവർ, അള്ളാഹ്ക്ക് ശിക്ഷിക്കാൻ പിന്നെ അവസരമില്ലാത്തവർ എന്നിവർ ധരിച്ചിരുന്നു. അതാണ് അള്ളാഹ് പറയുന്നത് ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത് അയ്യസ്ബിഖൂന. അതിനോട് അള്ളാഹിന്റെ പ്രതികരണം എന്താ? സാഅ മാ യഹ്കുമൂൻ. എന്താ സാഅ മാ യഹ്കുമൂൻ? യഹ്കുമൂൻ എന്ന് പറഞ്ഞാൽ അവർ വിധിക്കുന്നു, അവർ വിധിക്കുന്നു. മാ യഹ്കുമൂൻ, ഇവിടെ ഈ മാ ഇത് ഉണ്ടല്ലോ, ഈ ഒരു പ്രയോഗം പല അർത്ഥത്തിൽ വരും. ഇവിടെ അല്ലദി എന്ന അർത്ഥത്തിൽ വരും. അപ്പൊ സാഅ മാ യഹ്കുമൂൻ എന്ന് പറഞ്ഞാൽ, സാ എന്ന് പറഞ്ഞാൽ മോശമായി, ബിഇസ എന്ന അർത്ഥത്തിൽ, ബിഇസ സാഅ ബിഇസ മോശമായിരിക്കുന്നു, മോശമാകുന്നു. അപ്പൊ സാഅ മാ യഹ്കുമൂൻ, സാഅ അല്ലദി യഹ്കുമൂൻ, അവർ വിധിക്കുന്ന കാര്യം യാതൊന്ന് അത് വളരെ മോശമാകുന്നു എന്ന് അള്ളാഹുവിനോട് പ്രതികരിക്കണം. അല്ലെങ്കിൽ മാ എന്നുള്ളത് ഇവിടെ മസ്ദറിന്റെ അർത്ഥത്തിൽ പറഞ്ഞെങ്കിൽ, അപ്പൊ മാ യഹ്കുമു എന്ന് പറഞ്ഞാൽ ഹുക്മുഹും എന്ന അർത്ഥത്തിൽ, ഹുക്മുഹും അവരുടെ വിധി, സാ വളരെ മോശമാകുന്നു. സാ മാ യഹ്കുമു എന്ന് പറഞ്ഞാൽ സാ ഹുക്മുഹും അവരുടെ വിധി വളരെ മോശമാകുന്നു. അല്ലെങ്കിൽ സാ അല്ലദി യഹ്കുമൂൻ അവരുടെ വിധി, അവർ വിധിക്കുന്ന യാതൊന്ന് വളരെ മോശമാകുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് പ്രതികരിക്കുകയാണ്. കാരണം എന്താ? അവരുടെ വിധി വളരെ മോശമാകുന്നു. കാരണം എന്താ? അള്ളാഹിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുറ്റവനാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നിരിക്കെ ഇവര് പറയാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ പിടികൂടാൻ അള്ളാഹ്ക്ക് കഴിയൂല. അള്ളാഹുവിനെ ഞങ്ങൾ എന്ത് ചെയ്യും? മുൻകടക്കും, പരാജയപ്പെടുത്തും എന്ന് അവർ പറയണം. അള്ളാഹുവിനെ അവർ പരാജയപ്പെടുത്തും, മുൻകടക്കും. അപ്പൊ അള്ളാഹു പറയാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. ആ അള്ളാഹുവിനെ കുറിച്ചാണ് അവരിങ്ങനെ വിധിക്കുന്നത്. സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശമാകുന്നു എന്ന്. ഓക്കെ, നമുക്കതിൻ്റെ ചില വിഷയങ്ങൾ പിന്നെ ഈ ആയത്തെ അടുത്ത ക്ലാസ്സിൽ വീതിന്